ഇവിടെ വീട് തകർന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വീടിൻ്റെ അവസ്ഥ ഇന്നലെ ഇവർ നിർമ്മാണ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്കാർ വന്നു ചർച്ച ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അവരെന്താണ് പറഞ്ഞത്? ഓല് പറഞ്ഞത് വീടുണ്ടാക്കി തരാം, വേറെ വീടുണ്ടാകണ വരെ ഒരു വീട് എടുത്തിട്ട് അതിൽ പാർപ്പിക്കുക, വാടകയൊക്കെ ഓല് കൊടുത്തോളാം പറഞ്ഞു. ഇതുവരെയ്ക്ക് വീട് കിട്ടിയില്ല. കവറൊക്കെ ആയിട്ട് എങ്ങോട്ടാ പോകുന്നത്? സാരിയൊക്കെ പോയിട്ട് ഒരാൾ ഇവിടെ വന്നിനി. സാരിയൊക്കെ അലമാരിൻ്റെ ഉള്ളിലായിട്ട് മഞ്ഞുപോയി. അപ്പോൾ അയാൾ കുട്ടിയുടെ സാരി തന്നതാ. വീട് പൂർണ്ണമായും തകർന്നു. തകർന്നതിൽ നിൽക്കാനേ പറ്റൂല. അടുക്കള ഭാഗം കൂടെ ഇളകിപ്പോയി, അടുക്കള ഭാഗത്തെ ചുമരും കൂടെ പോയി. ആ സമയത്ത് വീടിനകത്ത് നിങ്ങൾ ഞങ്ങളേ ഉള്ളേ. ഇനി ഞാൻ 2 ദിവസമായിട്ട് പോലും മാറി പാർക്കാൻ പറഞ്ഞ് 2 ദിവസം ഞാൻ മോളെ എടുത്ത് പോയി. ആങ്ങളെയാണ് ഇവിടെ കിടന്നിനിയത്. അപ്പോൾ ആങ്ങളൊക്കെ പരിക്ക് പറ്റിയത്. എന്താ പറ്റിയത്? പരിക്ക് തലക്കും ഇവിടെ നെറ്റിക്കൊക്കെ പൊട്ടിയിട്ട് തുന്നിട്ട് മെഡിക്കൽ കോളേജിലേനി. ഇന്നലെ വന്നിക്കണ്. മിനിഞ്ഞാന്ന് രാത്രിയാണ്. ഞാൻ രാത്രി കൊണ്ടുപോയിട്ട് ഇന്നലെ ഉച്ചയാകുമ്പോഴേക്ക് വന്ന് തുന്നൊക്കെ ഇട്ടിട്ട്. മോത്തി, ഇവിടെ 9 വീടുകളാണ് ഉണ്ടായിരുന്നത്. 9 വീടുകളിൽ 2 വീട് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതായത് ഈ 2 വീടുകളുടെയും അതായത് പരിശോധിച്ചതിന് ശേഷം മാറ്റി നിർമ്മിക്കണമെങ്കിൽ മാറ്റി നിർമ്മിച്ച് നൽകും എന്നാണ് നിർമ്മാണ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി ഇന്നലെ ഉറപ്പ് നൽകിയത്. മറ്റൊരു കാര്യം, അംഗനവാടി ഭാഗികമായി തകർന്നിരുന്നു. ഇത് മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള സംവിധാനവും അവർ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ചെലവും അവർ തന്നെ ആ നിർമ്മാണ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി വഹിക്കുമെന്നും ഇന്നലെ നടന്ന ഒരു മീറ്റിംഗിൽ നാട്ടുകാരുമായി ചേർന്നൊരു മീറ്റിംഗിൽ ശേഷം പറഞ്ഞിരുന്നു.